നമ്മുടെ ഇന്ത്യ ഒരു സമുദായവും അന്യമല്ലാത്ത വിധം എല്ലാ സമുദായങ്ങളുടെയും മാതാവായിരിക്കട്ടെ എന്നുള്ള വചനം സങ്കുചിത ദേശീയവാദത്തെ വെല്ലുവിളിച്ച മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ സാർവദേശീയ ബോധത്തിന്റെ ഔന്നത്യമാണ് വെളിവാക്കുന്നത് തന്നെ. 1909 ഒരു പ്രഭാഷണത്തിൽ ടാഗോർ പറഞ്ഞ ഇക്കാര്യം 2025 പകുതി പിന്നിടുമ്പോഴും പ്രസക്തമാണ് എന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന് ഇനിയും രാഷ്ട്രീയമായ പക്വത വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിനർത്ഥം. ഭരണഘടനയല്ല മനുസ്മൃതിയാണ് തങ്ങളെ നയിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുന്നവർ ഭരിക്കുന്ന ഈ രാജ്യം കൂടുതൽ അപരിഷ്കൃതമായ പ്രവണതകളിലേക്ക് നയിക്കപ്പെടുക തന്നെയാണ്. BJP എതിർക്കുന്ന പാർട്ടികളും മുന്നണികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്ത് അയക്കുന്ന ഗവർണർമാരുടെ ധിക്കാരവും ഭരണഘടനാ ലംഘനങ്ങളും പുതിയ ഒരു വാർത്തയൊന്നുമല്ല. കേരളത്തിൽ LDF സർക്കാരിനെ തെരുവിലിറങ്ങി വെല്ലുവിളിക്കാനും പുലഭ്യം പറയാനും ദൈനംദിന വാർത്താ സമ്മേളനങ്ങളിലൂടെ ഏറ്റുമുട്ടാനും തയ്യാറായ ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം നിയമിതനായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുൻഗാമിയേക്കാൾ ഒട്ടും മോശമല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഭരണഘടനയെ പരസ്യമായി വെല്ലുവിളിച്ച് RSS പ്രത്യയശാസ്ത്രം പ്രകടമായി തന്നെ പ്രചരിപ്പിക്കാൻ രാജ്ഭവനെ തന്നെ വേദിയാക്കുകയാണ് ഗവർണർ. ഭരണഘടനാ പദവിയെ നഗ്നമായ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതിനെ ഭരണഘടനാ വിരുദ്ധമെന്നതല്ലാതെ മറ്റെന്ത് പറയാൻ സാധിക്കും? രാജ്ഭവനും സംസ്ഥാന സർക്കാരും സംയുക്തമായി സംഘടിപ്പിച്ച സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് രാജ്യ പുരസ്കാര വിതരണ പരിപാടിയിൽ കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രത്തിൽ ഭാരതാംബയ്ക്ക് പുഷ്പവൃഷ്ടി എന്ന ചടങ്ങ് തിരികെ കയറ്റിയതാണ് പുതിയ വിവാദം തന്നെ. അത് നടക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ധീരമായി വേദി വിട്ടിറങ്ങിപ്പോന്ന് ചടങ്ങിൽ അധ്യക്ഷനാകേണ്ടിയിരുന്ന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും. ഭരണഘടനയാണ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ നട്ടെല്ല്, മറ്റൊരു രാഷ്ട്ര സങ്കല്പവും അതിന് മീതയല്ല. ചടങ്ങ് ബഹിഷ്കരിച്ച ശേഷം മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ വാക്കുകൾ അത് തന്നെയാണ്. ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും രാജ്യസ്നേഹികൾക്കും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനോട് പറയാനുള്ളതും അത് തന്നെയാണ്. ഭരണഘടന എന്ന് കേൾക്കുമ്പോൾ കുരിശ് കണ്ട ചെകുത്താനെ പോലെ വിറളി പിടിക്കുന്ന RSSകാർക്ക് ഇതിലും ഉചിതമായ ഒരു മറുപടിയും ലഭിക്കുകയുമില്ല. ഭഗവദ്ധ്വജം, അതായത് കാവിക്കൊടി കയ്യിലേന്തി ഒരു സിംഹത്തെ ചാരി ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെതല്ലാത്ത ഭൂപടത്തിലെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന സ്ത്രീ രൂപം എങ്ങനെയാണ് ഭാരതയാമ്പ ആകുക എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. RSS ശാഖകളിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രമാണത്. രാജ്ഭവൻ RSS ശാഖയല്ല എന്ന് ആർലേക്കറും രാജ്ഭവനിലെ അദ്ദേഹത്തിന്റെ ശിങ്കിടികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടനയോ ദേശീയ പതാകയോ പോലെ അംഗീകരിക്കാത്ത RSS മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രസങ്കല്പത്തെ അംഗീകരിക്കാൻ തൽക്കാലം ഈ നാട്ടിലെ മതനിരപേക്ഷവാദികൾക്ക് ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ തന്നെയാണ് മന്ത്രി ശിവൻകുട്ടിയുടെ വാക്കുകൾ പൊരുളും. മിത്തുകളിലും പുരാണങ്ങളിലും അധിഷ്ഠിതമായ ചാതുർവർണ്ണ വ്യവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്ന അന്യമത വിദേശത്തിൽ കാലുറപ്പിച്ച സംഘപരിവാറിന്റെ ആശയ സമുച്ചയത്തെ അംഗീകരിക്കാൻ കേരളത്തിന് സൗകര്യമില്ല എന്നതിന്റെ പ്രഖ്യാപനം തന്നെയാണ് മന്ത്രി ശിവൻകുട്ടിയുടെ ഇറങ്ങിപ്പോക്ക്. ആദ്യമല്ല കാവിക്കൊടി പിടിച്ച് സ്ത്രീയുടെ ചിത്രം ഔദ്യോഗിക ചടങ്ങിൽ പ്രദർശിപ്പിച്ച് രാജ്ഭവൻ പ്രകോപനം സൃഷ്ടിക്കുന്നത് തന്നെ. പരിസ്ഥിതി ദിനാചരണത്തിൽ ഇതേ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച കൃഷിമന്ത്രി പ്രീ പ്രസാദ് രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. ബഹുസ്വര ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളുടെ പരിച്ഛേദമായ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന് ശൈവ സന്യാസിമാരെ ക്ഷണിച്ചു കൊണ്ടുവന്നപ്പോൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പോലും മാറ്റി നിർത്തിയത് നമ്മൾ ആരും മറന്നിട്ടില്ല. അയോധ്യയിൽ പള്ളി തകർത്തിടത്ത് നിർമ്മിച്ച ശ്രീരാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒന്ന് തന്നെയാണ്. മതം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയം മതത്തിലും ഇടപെടുന്നത് അസ്വാഭാവികമല്ല എന്നുള്ള ദയനീയ സ്ഥിതി സൃഷ്ടിക്കപ്പെട്ടിരിക്കുക തന്നെയാണ്. അതിന്റെ തുടർച്ചയാണ് രാജ്ഭവനിലെ കാവിക്കൊടി പിടിച്ച സ്ത്രീ ചിത്രത്തിലുള്ള പുഷ്പവൃഷ്ടിയും. RSS രൂപീകരണത്തിന്റെ 100ാം വർഷത്തിൽ ഹിന്ദു രാഷ്ട്രവൽക്കരണം തീവ്രമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. ശക്തമായ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചു വേണം ഈ അപകടത്തെ ചെറുക്കാനായിട്ട് നമുക്ക് സാധിക്കുക.